തരയോട് പഞ്ചായത്തിലെ കമ്പനിക്കുന്നിൽ വാട്ടർ ടാങ്കിന് താഴെ താമസിക്കുന്ന 22 കുടുംബങ്ങളുടെ ജീവിതം ഭീതിയിലാണ്. ഇവരെ മാറ്റി താമസിപ്പിക്കാൻ സ്ഥലം കണ്ടെത്താൻ ജില്ലാ ഭരണകൂടം അടക്കം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ കീഴിൽ ഇതുവരെ സ്ഥല കൈമാറ്റം നടന്നിട്ടില്ല. വാട്ടർ ടാങ്കിൽ നിന്നുമുള്ള 4 പഞ്ചായത്തിലേക്കുള്ള ജലവിതരണവും മുടങ്ങിക്കിടക്കുന്നു. പൈസ സ്ഥലം ഒന്നും ഇതുവരെ ആരും തന്നില്ല. സ്ഥലമൊട്ട് ആരും കൊടുക്കുന്നില്ല. ഇത് മക്കളൊക്കെ അല്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും രാത്രി എന്തെങ്കിലും പറ്റിയാൽ ഈ ചെറുക്ക് മക്കളും കൊണ്ട് ഞങ്ങൾ എവിടെ പോകാനാ, എവിടെ പോയി രക്ഷപ്പെടാനാ? തരിയോട് കമ്പനിക്കുന്നിലെ ആദിവാസി കുടുംബങ്ങളുടെ വിലാപമാണിത്. തരിയോട് പഞ്ചായത്തിലെ കമ്പനിക്കുന്നിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് 4 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ള വിതരണത്തിനായി 7 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന വാട്ടർ ടാങ്ക് സ്ഥാപിച്ചത്. 77 കോടി രൂപയാണ് ആദ്യ എസ്റ്റിമേറ്റ് തുക. 2018 പ്രളയത്തിന് ശേഷം സമീപത്തെ കുന്നുകൾ ഇടിഞ്ഞതോടെ വാട്ടർ ടാങ്കിന് താഴെയുള്ള ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ പദ്ധതിയുണ്ടാക്കി. ഒരു കുടുംബത്തിന് 6 ലക്ഷം രൂപ സ്ഥലത്തിനും 4 ലക്ഷം രൂപ വീടിനുമായി 10 ലക്ഷം രൂപ നൽകി. ജനറൽ വിഭാഗത്തിൽപ്പെടുന്നവർ തുക വാങ്ങി വീടുകൾ ഒഴിഞ്ഞെങ്കിലും പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന 22 കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തി ഒരുമിച്ച് താമസിപ്പിക്കാനായിരുന്നു തീരുമാനം. UDF ഭരണസമിതിയുടെ കീഴിൽ 3 തവണ ഭൂമി കണ്ടെത്തിയിട്ടും പല കാരണങ്ങളാൽ ഭൂമി കൈമാറ്റം നടന്നില്ല. ഈ പെരുമഴയത്തും ഡെമോക്ലിസിന്റെ വാൾ പോലെ ഈ കുടുംബങ്ങളുടെ തലയ്ക്കുമീതെ വാട്ടർ ടാങ്ക് നിൽക്കുകയാണ്. എല്ലാ വർഷവും മഴ വരുമ്പോൾ ക്യാമ്പുകളിലേക്ക്. സ്വന്തം വാസസ്ഥലം ഒരുക്കിയില്ലെങ്കിൽ ഇനി എങ്ങോട്ടുമില്ലെന്നാണ് ഇപ്പോൾ ഇവരുടെ നിലപാട്. സ്ഥലം വാങ്ങാൻ പറഞ്ഞിട്ട് സ്ഥലം തന്നിട്ടില്ല, പൈസയും തരുന്നില്ല. മാറ്റാൻ പറഞ്ഞ ഞങ്ങൾ കൊല്ലത്തിന് സ്കൂൾ ആണ് താമസിക്കുന്നത്. 22ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ ജല ബോംബിന്റെ ഭീഷണിയിൽ കഴിയുകയാണ്. ഇത് വർഷങ്ങളോളം ഈ ഭീഷണിക്കുള്ളതാണ്. ഇത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത്. ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം. ഈ വാട്ടർ ടാങ്കിനെ സംബന്ധിച്ച്, ഈ പ്രദേശത്തിനെ സംബന്ധിച്ച് ഇവിടെ ഈ ടാങ്ക് അനുയോജ്യമാണോ എന്ന് ഈ ഘട്ടത്തിനകത്ത് നല്ല പരിശോധന നടത്തിയില്ലെങ്കിൽ ഈ നാട്ടിനകത്ത് വലിയ ദുരന്തം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ബാണാസുര സാഗറിൽ കുടിവെള്ളത്തിനായി കിണറൊരുക്കി ടാങ്കിൽ വെള്ളം എത്തിക്കാൻ തുടങ്ങി. പഞ്ചായത്തുകളിലേക്ക് വിതരണം നടത്താൻ ആരംഭിച്ചിട്ടില്ല. 4 പഞ്ചായത്തുകൾക്ക് ആശ്വാസമാകുന്ന ഒരു പദ്ധതിയാണ് പഞ്ചായത്തിന്റെ ഉദാസീനതയിൽ കെട്ടുപോകുന്നത്. ഒപ്പം 22 കുടുംബങ്ങളുടെ ജീവിതവും. 11 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന 2 ജലസംഭരണികളാണ് കമ്പനിക്കുന്നിന് മുകളിലുള്ളത്. താഴെ 22 കുടുംബങ്ങളുടെ ജീവൻ ഭീഷണിയിലുമാണ്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ജലസംഭരണിയാണെങ്കിൽ ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടുമില്ല. പഞ്ചായത്തിന് ഇതിനൊന്നും ഉത്തരവുമില്ല. കമ്പനിക്കുന്നിൽ നിന്നും ക്യാമറമാൻ അനു കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.